അസ്സലാമു അലൈക്കും ഗായ്സ്. എവിടെ നോക്കിയാലും ഇപ്പോൾ ജ്വല്ലറി ബിസിനസ്, ഓൺലൈൻ ബിസിനസ്സാണ് കാണുന്നത്. അപ്പോൾ ഞാനും ഈ 2026 ഒരു ചെറിയ സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ കൊറിയറാണിത്. അത് ഞാൻ വീഡിയോ എടുത്ത് നമ്മളിപ്പോൾ കൊറിയർ അയക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, കൊറിയർ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കണം. കാരണം ജ്വല്ലറിക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ അയക്കാൻ നമുക്ക് ഈ വീഡിയോ വേണം. ഇല്ലെങ്കിൽ അവർ നമ്മുടെ കൊറിയർ റിട്ടേൺ എടുക്കുന്നതല്ല. അപ്പോൾ എൻ്റെ കൊറിയറിൻ്റെ ഉള്ളിൽ ഉണ്ടായതെല്ലാം ഞാൻ ഓർഡർ ചെയ്ത അതേ ഐറ്റമാണ്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർഡർ ചെയ്തത് ഒറിജിനൽ ആൻറ്റി ടേണിഷ് ജ്വല്ലറീസാണ്. നമുക്ക് ആൻറ്റി ടേണിഷ് ജ്വല്ലറീസ് ഒറിജിനൽ ആണോ അല്ല എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ എടുക്കുന്ന ഓർണമെൻറ്റിൻ്റെ എൻഡിലൊരു ടാഗ് ഉണ്ട്. അതിൽ ST ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആൻറ്റി ടേണിഷ് ആയിരിക്കും. അത് നോക്കിയാൽ നമുക്ക് ഒറിജിനൽ ആണോ അല്ലെന്ന് പറയും. പിന്നെ ഈ ആൻറ്റി ടേണിഷിൻ്റെ ഗുണം എന്ത് വെച്ചാൽ നമുക്ക് ഇത് ഒരു 1.5-2 ഇയേഴ്സ് വരെ നമുക്കിത് കളർ പോവാതെ യൂസ് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിത് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റായി വിചാരിച്ചത് എനിക്ക് കുറേ ഗേൾസിൻ്റെ ഓർഡർ കിട്ടുമെന്നാണ്. പക്ഷേ എൻ്റെ ആ തോന്നൽ തെറ്റിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഓർഡറെല്ലാം എനിക്ക് ബോയ്സ് തരുന്ന ഓർഡേഴ്സാണ്. ലവേഴ്സിനും പിന്നെ കല്യാണം കഴിഞ്ഞവരും സർപ്രൈസായി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്ന ഓർഡറാണ് എനിക്കിപ്പോൾ കിട്ടിയതിൽ കൂടുതലും. പിന്നെ കുറച്ച് ഗേൾസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നമ്പർ തന്ന് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അടിപൊളിയാണ്. ഞാൻ ഏറ്റവും വില കുറവിലാണ് ഇത് കൊടുക്കുന്നുള്ളത്. പിന്നെ എനിക്ക് സ്റ്റാർട്ടിങ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല വീഡിയോസും പല യൂട്യൂബ് ചാനലിടുന്ന വീഡിയോസൊക്കെ കണ്ട് 3000 2000 ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇതിന് കൊറിയർ കവർ വേണം, കൊറിയർ പാക്കേജ് വേണം, നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അതിനൊരു നെയിം, പിന്നെ സീലിംഗ്, ഇതൊക്കെ വേണം എന്ന് നമ്മൾ അപ്പോൾ ചിന്തിക്കാല. പിന്നെ സാധനം കിട്ടിയിട്ടാകുമ്പോഴായിരിക്കും ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്യാഷും കൂടി നമ്മളിപ്പോൾ 3000-നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായെങ്കിലും പിന്നെയും ഒരു 3000 നമുക്ക് മുതലുണ്ടാവും. അത് ഏത് ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റേതായ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഇങ്ങനെ ലാഭം കിട്ടും, എനിക്ക് ക്യാഷ് കൂടുതൽ കിട്ടും, എൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കൊറിയർ പോകും, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഒരിക്കലും ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ, വെയിറ്റ് ചെയ്യുന്നെങ്കിൽ, നമുക്ക് ഈ ഒരു പ്രൊഫഷൻസിനോട് അത്രയും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്താൽ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വിജയം കാണാതിരിക്കില്ല. ഞാനിത് തുടങ്ങിയിട്ട് എനിക്ക് ഫസ്റ്റൊന്നും ഓർഡർ കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് അറിയുന്ന ആളെൻ്റെ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെയാണ് ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് പബ്ലിക്കായി തുടങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ബോയ്സും വൈഫിനായാലും ഗേൾഫ്രണ്ടിനായാലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതിൽ പലരും മെസ്സേജ് അയച്ച് വാങ്ങും, പലരും റേറ്റ് കണ്ട് പിന്നെ മെസ്സേജിന് റീപ്ലൈ തരാതിരിക്കും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏറ്റവും കുറവിലാണ് ഇപ്പോൾ ഈ സാധനം കൊടുക്കുന്നുള്ളത്. കാരണം അതെന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണല്ലോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പാട് നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ അത് എൻ്റെ ഒരു മനസ്സിന് അത് ശരിയായി തോന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റായി വരുന്നത് വരെ നമ്മൾ പ്രൊഡക്റ്റിനെല്ലാം ഓഫർ ഇട്ടുകയും പിന്നെ വളരെ വില കുറവിലായിരിക്കും ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേജ് എപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിൽ നമുക്ക് പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക. ഗിവ് അവേ ഉണ്ടായിരിക്കും, പിന്നെ നല്ല ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ട് എന്തായാലും ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ എന്ത് നമ്മൾ ചെയ്തിട്ടും അതിന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് വിജയം കൊണ്ടുതരുക തന്നെ ചെയ്യും. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇഷ്ടത്തോട് ചെയ്യണം. അല്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ ഇത് പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ ചെയ്ത് നമുക്കൊരു മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഓക്കെ ഒരു 2-3 മാസം കഴിഞ്ഞാൽ സെറ്റാവും എന്നൊരു പ്രതീക്ഷയും നമ്മൾ വെയിറ്റ് ചെയ്യും. ഇത് എനിക്ക് കിട്ടിയത് പിന്നെ ഒരു ഹസ്ബൻഡ് ഒരു വൈഫിന് കൊടുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റാണ്. എനിക്ക് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് തന്നെ ഇതിൽ തന്നിട്ടുണ്ട്. വളരെ അഫോർഡബിൾ പ്രൈസിനാണ് ഇത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കുറേ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ നമ്പർ അതിൽ ആഡാക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ വൈഫിനോ ഹസ്ബൻഡിനോ നിങ്ങൾക്ക് ഗിഫ്റ്റോ സർപ്രൈസോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അവിടെ എത്തിച്ചിരിക്കും. നിങ്ങൾ എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കുറേ അയച്ചു തരുന്നത്. അതുപോലെ തന്നെ സർപ്രൈസ് കൊടുക്കാനുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, ഞാനത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.